തിരുവനന്തപുരം പേട്ടയിൽ നാടോടി ദമ്പതികളുടെ മകളെ കാണാതായ സംഭവത്തിലെ തിരച്ചിൽ പ്രധാനമായും തന്നെ 10ാം മണിക്കൂറിലേക്ക് കടക്കുകയാണ്. തലസ്ഥാന നഗരം പൂർണ്ണ അർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ നടുങ്ങിയിരിക്കുന്ന ഒരു സംഭവമായി ഇത് മാറുന്നു. മാത്രമല്ല പോലീസ് തിരുവനന്തപുരം നഗരം മുഴുവനായി അരിച്ചു പറക്കുകയാണ്. ഈ 2 വയസ്സുള്ള കുട്ടിയെ എത്രയും വേഗം കണ്ടെത്താനുള്ള ശ്രമത്തിൽ തന്നെയാണ് പോലീസ് എന്ന് നമുക്ക് കൃത്യമായി പറയാൻ കഴിയും. തെരുവോരങ്ങളിൽ കച്ചവടം നടത്തുന്ന ബീഹാർ സ്വദേശികളായ അമർദീപ് റബീന ദേവി ദമ്പതികളുടെ മകൾ 2 വയസ്സുകാരിയായ മേരിയാണ് ഇന്നിപ്പോൾ പുലർച്ചയോടുകൂടി തന്നെ കാണാതായിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല പേട്ടയിൽ നിന്നാണ്, പേട്ട ചാക്കയ്ക്ക് സമീപമുള്ള ആളൊഴിഞ്ഞ വിജനമായ പ്രദേശത്ത് നിന്നാണ് ഈ കുഞ്ഞിനെ കാണാതായത്. നാടോടി കുടുംബമാണ് ഈ തിരുവനന്തപുരത്ത് ഇത്തരത്തിൽ ചാക്കയിൽ താമസിക്കുന്നത്. അവർ ഈ കുടുംബസമേതം ഉറങ്ങാൻ കിടന്നപ്പോൾ ഈ കുഞ്ഞിനെ തട്ടിയെടുത്തുകൊണ്ട് ഈ അക്രമി സംഘം രക്ഷപ്പെടുകയായിരുന്നു എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരം. ഈ കുഞ്ഞിനെ കാണാതായ ആദ്യം മുതൽ തന്നെ, തുടക്കം മുതൽ തന്നെ പോലീസ് അന്വേഷണം അത് ഫലപ്രദമായി തന്നെ പുരോഗമിക്കുന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നത്. മാത്രമല്ല എല്ലാ വശങ്ങളും കേസിൽ പരിശോധിക്കുന്നു എന്നതാണ് സിറ്റി പോലീസ് കമ്മീഷണർ പ്രധാനമായും തന്നെ CH നാഗരാജു വ്യക്തമാക്കുകയും ചെയ്യുന്നത്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുകയാണ്. ഈ കുഞ്ഞിനെ കണ്ടെത്താൻ കുറച്ച് സമയമെടുക്കുമെന്നും ഒപ്പം തന്നെ പ്രാഥമിക വിവരങ്ങൾ പ്രകാരം പല വശങ്ങൾ പരിശോധിക്കുന്നു എന്നുള്ള കാര്യമാണ് കമ്മീഷണർ പ്രധാനമായും തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഈ കുട്ടിയുടെ സഹോദരൻ പറഞ്ഞത് പ്രകാരം തന്നെ സ്കൂട്ടറിൽ തന്നെയാണ് കുട്ടിയെ കൊണ്ടുപോയി എന്നുള്ള കാര്യം ഇതുവരെയും ഉറപ്പിക്കാറായിട്ടില്ല. അതിൽ കൃത്യമായ ലീഡ് ഇതുവരെയും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് കമ്മീഷണർ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. കുട്ടിയുടെ കുടുംബത്തിനൊപ്പം താമസിച്ചിരുന്നവർ, ഒപ്പം തന്നെ കുട്ടിയുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ലോറി ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ളവരുടെ മൊഴിയെടുക്കൽ അത് തുടരുന്നു എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ചുകൊണ്ട് തന്നെ പങ്കുവയ്ക്കാൻ കഴിയുന്നത്. ഇത് ചോദിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടു പോകുന്ന ഘട്ടത്തിൽ, അല്ലെങ്കിൽ കുഞ്ഞിനെ കാണാതായ സമയത്ത് അവിടെ ഒരു മഞ്ഞ സ്കൂട്ടറിൽ ഒരാൾ വന്നതായി കുട്ടിയുടെ സഹോദരൻ വ്യക്തമാക്കിയിരുന്നു. മൂത്ത സഹോദരൻ ഇത്തരത്തിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ തന്നെ ഈ കൃത്യമായ പൊരുത്തക്കേടുകളും മൊഴിയിലെ അവ്യക്തതയും നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ മൂത്ത സഹോദരൻ പറഞ്ഞെങ്കിലും പിന്നീട് ചോദിച്ചപ്പോൾ ഇത് ഇളയ സഹോദരൻ പറഞ്ഞ അറിവാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ മൂത്ത സഹോദരൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തിരുത്തുന്ന ഒരു ഘട്ടം കൂടിയുണ്ട്. അത് പോലീസിനെ ചെറിയ രീതിയിലെങ്കിലും ആശയക്കുഴപ്പത്തിലാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാ വശങ്ങളും പരിശോധിച്ച് പോലീസിന്റെ അന്വേഷണം നടക്കുകയാണ്. ഇപ്പോൾ ഏതായാലും കൃത്യമായ ലീഡ് ഉറപ്പിക്കാറായിട്ടില്ല എന്നതാണ് പോലീസ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. മാത്രമല്ല ഈ ബ്രഹ്മോസിന് സമീപം വരെ പോലീസ് നായ എത്തി പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. പോലീസ് നായ കുട്ടിയെ കാണാതായതിന്റെ 400 മീറ്റർ അകലെ വരെ പോയിരുന്ന ഒരു ഘട്ടം കൂടിയുണ്ട്. പക്ഷേ സഹോദരന്റെ മൊഴിയിൽ പറയുന്ന വഴിയിലൂടെ എല്ലാ പോലീസ് നായ കടന്നു പോയത് എന്നുള്ള കാര്യം കൂടി ഇവിടെ പ്രത്യേകമായി തന്നെ എടുത്തു പറയേണ്ടതുണ്ട്. മാത്രമല്ല നായ പോയത് തന്നെ സ്കൂട്ടർ പോയെന്ന് കുട്ടി പറഞ്ഞതിന്റെ എതിർ ദിശയിലൂടെ അത് തന്നെ ആയിരുന്നു. പിന്നീട് ഈ കുട്ടിക്കായി സമീപത്തെ കാട് പിടിച്ച് നടക്കുന്ന പ്രദേശത്തും ചതുപ്പിലും ഒക്കെ തന്നെ വലിയ രീതിയിൽ പോലീസ് നായയുടെ സാന്നിധ്യത്തിൽ പരിശോധന ഉൾപ്പെടെ നടക്കുകയും ചെയ്തു. ഏതായാലും കുഞ്ഞിനെ കാണാതായിട്ട് 10ാം മണിക്കൂർ കടക്കുകയാണ്. 11ാം മണിക്കൂറിലേക്ക് എത്തുമ്പോൾ പോലും കൃത്യമായ കണ്ടെത്തലിലേക്ക് പോലീസിന് എത്താൻ കഴിയുന്നില്ല. പക്ഷേ കൃത്യമായ സൂചനകൾ പോലീസിൽ ലഭിച്ചിട്ടുണ്ട്. അത് സ്പെഷ്യൽ ബ്രാഞ്ച് വൃത്തങ്ങൾ ഉൾപ്പെടെ സ്ഥിരീകരിക്കുന്നില്ലെങ്കിൽ പോലും, മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കുന്നില്ലെങ്കിൽ പോലും ചെറിയ തരത്തിലുള്ള സൂചനകൾ കിട്ടിയിട്ടുണ്ടെന്നതും നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ കുഞ്ഞിനെ കാണാതായ സ്ഥലത്തെ തൊട്ട് സമീപമുള്ള ഓഫീസിൽ ജോലി ചെയ്യുന്ന സെക്യൂരിറ്റി ഗാർഡിന്റെ പ്രതികരണം രാവിലെ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് അസ്വാഭാവികമായി ഒന്നും കണ്ടില്ല എന്നുള്ള കാര്യമാണ് സമീപത്ത് രാത്രി ജോലി ചെയ്തിരുന്ന സെക്യൂരിറ്റി ഗാർഡും വ്യക്തമാക്കുന്നത്. ഏതായാലും കുട്ടിയെ കണ്ടുകിട്ടുന്നവർ നമുക്ക് പ്രേക്ഷകരുമായി ഉൾപ്പെടെ സൂചിപ്പിക്കാൻ കഴിയുന്നത് 112 എന്നുള്ള കേരള പോലീസ് ആസ്ഥാനത്തെ കൺട്രോൾ റൂമിൽ കുട്ടിയെ കണ്ടുകിട്ടുന്നവർ വിവരം അറിയിക്കുക എന്നുള്ളത് തന്നെയാണ്. ഏതായാലും കുടുംബത്തിന് വൈകാതെ തന്നെ കുട്ടിയെ കണ്ടുകിട്ടട്ടെ എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാൻ കഴിയുന്നത്. ഈ കൊല്ലത്ത് ഓയൂരിൽ നിന്ന് അബിഗേൽ എന്ന് പറയുന്ന കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പിന്നീട് നേരത്തെ ഈ ആസാമ മൈതാനത്ത് ഉപേക്ഷിച്ചിരുന്നു. ഈ ഒരു സംഭവം ഉണ്ടായിട്ട് മാസങ്ങൾ പിന്നിടുമ്പോൾ തലസ്ഥാന നഗരത്തിൽ തന്നെ, തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയ ഭാഗത്ത് തന്നെയുള്ള പ്രദേശത്ത് നിന്ന് ഇത്തരത്തിലൊരു കുട്ടിയെ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നു. അത് ഉത്തരാഖണ്ഡത്തിൽ നാട് നടുങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. തട്ടിക്കൊണ്ടുപോകൽ പോലീസ് സ്ഥിരീകരിക്കുന്നില്ലെങ്കിൽ പോലും ഏതായാലും കുട്ടിയെ കണ്ടെത്തുന്നതിന് തന്നെയാണ് ആദ്യ പരിഗണന നൽകുന്നത് എന്നതാണ് പോലീസ് കമ്മീഷണർ പ്രധാനമായും തന്നെ വ്യക്തമാക്കുന്നത്. 3 സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് തന്നെ അന്വേഷണം നടക്കുന്നു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഈ അന്വേഷണ നടപടികൾക്ക് മേൽനോട്ടം വഹിക്കുന്നുണ്ട്. CCTV ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കാൻ സമയമെടുക്കും. പക്ഷേ കുഞ്ഞിനെ സുരക്ഷിതമായി എത്തിക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ്
പോലീസ് പ്രധാനമായും തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അഭിജിത്ത്, മറ്റൊരു കാര്യമുള്ളത്, ഈ കുഞ്ഞിനെ കാണാതായി എന്ന് പറയുന്ന ആ ഒരു സമയം 12-നും രാത്രി 12-നും 1 മണിക്കും ഇടയ്ക്കെന്ന് പറയുമ്പോൾ തിരക്കൊന്നും ഇല്ലാത്തൊരു സമയമാണ്. വളരെ കുറച്ച് ആളുകൾ മാത്രമേ ആ ഭാഗത്തൂടെ പോകാൻ സാധ്യതയുള്ളൂ. അങ്ങനെ ആവുമ്പോൾ ഈ CCTVയിലൂടെ ഈ കുഞ്ഞിനെ അല്ലെങ്കിൽ ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയപ്പെടുന്ന ആ വണ്ടിയൊക്കെ കണ്ടെത്താൻ കഴിയില്ലേ? ആ രീതിയിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് പോകുന്നില്ലേ ഇപ്പോൾ? തീർച്ചയായും പോലീസ് എല്ലാ വശങ്ങളിലൂടെയും ഉള്ള അന്വേഷണം തന്നെയാണ് നടത്തുന്നത് എന്നതാണ് കമ്മീഷണർ പ്രധാനമായും തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഇങ്ങനെ കണ്ടെത്താൻ കുറച്ച് സമയമെടുക്കും, പക്ഷേ എല്ലാ വിധേനയുമുള്ള അന്വേഷണം അത് പുരോഗമിക്കുമെന്നുള്ളത് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നത്. CCTV ദൃശ്യങ്ങൾ, അതായത് CCTV ഫുട്ടേജുകൾ നമുക്കറിയാം. സാധാരണഗതിയിൽ ഒരു ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ CCTV ഫുട്ടേജുകൾ പരിശോധിച്ചാണ് ഒരു പ്രാഥമിക രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റിഗേഷന്റെ ഒരു പ്രൈമറി സ്റ്റേജിലേക്ക് പോലും എത്തുന്നത്. ആ CCTV ഫുട്ടേജുകൾ പരിശോധിക്കുന്ന നടപടി അത് പുരോഗമിക്കുന്നു എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. കഴിഞ്ഞ കുറെ മണിക്കൂറുകളായുള്ള ആ ഒരു ശ്രമം അത് ഇപ്പോഴും തുടരുകയും ചെയ്യുകയാണ്. കാരണം ഈ കുഞ്ഞിനെ കാണാതായ, കുഞ്ഞിനെ ഉറങ്ങാൻ കിടന്ന 9-10 മണിക്ക് ശേഷമുള്ള പിന്നീട് പുലർച്ചെ വരെയുള്ള ഒരു ഏകദേശം പുലർച്ചെ 1-1:30 മണി വരെയുള്ള ആ CCTV ഫുട്ടേജുകളെങ്കിലും കൃത്യമായി പരിശോധിക്കേണ്ടതായി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് സമയമെടുക്കുകയും ചെയ്യും. മാത്രമല്ല ഈ കുഞ്ഞിന്റെ സഹോദരങ്ങൾ, ഒപ്പം തന്നെ കുഞ്ഞിന്റെ മാതാപിതാക്കൾ, അവിടെ ഉണ്ടായിരുന്ന ലോറി ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ള ആളുകളിൽ നിന്ന് പോലീസ് മൊഴിയെടുക്കുകയാണ്. മറ്റുള്ള സംഘം ഇത്തരത്തിൽ ശാസ്ത്രീയ തെളിവുകളും സാഹചര്യ തെളിവുകളും ഒക്കെ തന്നെ കണ്ടെത്തുകയും ചെയ്യുന്നു എന്നതാണ് പോലീസ് പ്രധാനമായും തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അങ്ങനെ 3 സ്ക്വാഡായി തിരിഞ്ഞുകൊണ്ട്, 3 സംഘമായി തിരിഞ്ഞുകൊണ്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ നിലവിൽ നടക്കുന്നത്. അത് വരും മണിക്കൂറുകളിലും തുടരാനുള്ള ഒരു സാധ്യത തന്നെയാണുള്ളത്. വൈകാതെ തന്നെ ഈ കുഞ്ഞിനെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയും പ്രധാനമായും തന്നെ പോലീസ് പങ്കുവെക്കുകയും ചെയ്യുകയാണ്. പക്ഷേ കുറച്ച് സമയമെടുക്കും. ഈ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഉള്ളതിനാൽ തന്നെ അത് കൃത്യമായി പരിശോധിച്ച് ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരുന്നതിന് കുറച്ച് സമയമെടുക്കും. അത് ക്ഷമയോടുകൂടി അതിന് എല്ലാവരും സഹകരിക്കണമെന്നുള്ള കാര്യമാണ് പ്രധാനമായും തന്നെ പറയുകയും ചെയ്യുന്നത്. 1 മണിക്ക് ശേഷം ഈ മേരി എന്ന് പറയുന്ന കുഞ്ഞിനെ കണ്ടില്ല എന്നുള്ള കാര്യവും ഈ കുടുംബം പ്രധാനമായും തന്നെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ആ സമയത്ത് അതുവഴി, അതായത് ചാക്കപ്പേട്ട ഭാഗത്തൂടെ തന്നെ ട്രെയിനുകളൊന്നും തന്നെ കടന്നു പോയിട്ടില്ല എന്നുള്ളത് പോലീസ് ഒരു സ്ഥിരീകരണം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. മാത്രമല്ല ആ സമയത്ത് മറ്റ് ട്രെയിനുകളൊന്നും തന്നെ ഇല്ലാത്തതും ഏതായാലും ആശാവഹമാണ് എന്നുള്ളത് കമ്മീഷണർ വ്യക്തമാക്കുകയാണ്. പക്ഷെ കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോയതാണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു സ്ഥിരീകരണം നടത്താൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്, അങ്ങനെ ഉറപ്പിച്ചു പറയാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് CC നാഗരാജു വ്യക്തമാക്കുകയും ചെയ്യുന്നത്. കേസിന്റെ അന്വേഷണം അത് ആ രീതിയിൽ തന്നെ പുരോഗമിക്കും, അത് തുടരും. പക്ഷേ കുട്ടിയെ കണ്ടെത്തുക, കുട്ടിയെ തിരിച്ചു കിട്ടുക എന്നുള്ളതാണ് പ്രാഥമികമായുള്ള ലക്ഷ്യം. അത് പൂർത്തീകരിക്കുക എന്നുള്ളത് തന്നെയാണ് പോലീസിന്റെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. ഒപ്പം തന്നെ അന്വേഷണവും തുടർ പ്രക്രിയകളും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുമുണ്ട്. നമുക്കറിയാം ഈ നാടോടി കുടുംബം ഇത് വർഷത്തിൽ ഇവർ 2 തവണ ഇത്തരത്തിൽ കേരളത്തിൽ വരാറുണ്ട്. തേൻ ശേഖരിക്കുന്ന ആളുകളാണ് ഈ കുടുംബം എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല അപ്പോൾ ഇവർ ഇത്തരത്തിൽ 2 തവണയോ 3 തവണയോ ഒക്കെ തന്നെ നാട്ടിൽ വരുന്നതിനാൽ, തിരുവനന്തപുരത്ത് വരുന്നതിനാൽ ഇവരെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ ഈ പോലീസ് അധികൃതർക്കോ മറ്റു ഉള്ള ആളുകൾക്കോ ഒന്നും തന്നെ ഇല്ല. പക്ഷെ ഇവർ കഴിഞ്ഞ കുറെ നാളുകളായി അവിടെ താമസിക്കുന്ന ആളുകളാണ് എന്നുള്ള തരത്തിൽ അവിടെയുള്ള പ്രദേശവാസികൾക്കൊക്കെ തന്നെയും ചില വിവരങ്ങൾ ഉണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. CCTV ഫുട്ടേജുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. മാത്രമല്ല സമീപ ജില്ലകളായ കൊല്ലം, കന്യാകുമാരി ജില്ലകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷെ കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോയതാണെങ്കിൽ മറ്റു ജില്ലകളിലേക്ക് കടന്നിരിക്കാനുള്ള മണിക്കൂറുകൾ ഏതായാലും ഇതിനോടകം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിൽ കൃത്യമായ അന്വേഷണം നടക്കുന്നു. കുഞ്ഞിനെ കാണാതാകുന്ന സമയത്ത് കുഞ്ഞൊരു ടീഷർട്ട് മാത്രമാണ് ധരിച്ചിരുന്നത്. അങ്ങനെ ഐഡന്റിഫയബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നൽകിക്കൊണ്ട് കുഞ്ഞിനെ എത്രയും വേഗം കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് ഈ പോലീസിന്റെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം, വെല്ലുവിളി. അത് വൈകാതെ തന്നെ പൂർത്തിയാകുമെന്നുള്ള കാര്യം കൂടി നമുക്ക് ഏതായാലും പങ്കുവയ്ക്കാനും കഴിയും. ഏതായാലും 11ാമത്തെ മണിക്കൂറിലേക്ക് എത്തുമ്പോൾ പോലീസ് എത്രയും വേഗം കുഞ്ഞിനെ കണ്ടെത്താനായി അക്ഷീണം പരിശ്രമിക്കുന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി സംവദിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ADGP തന്നെ നേരത്തെ മേൽനോട്ടം വഹിക്കുന്നു. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറും DCPയും ശംഖുമുഖം ACPയും ഉൾപ്പെടുന്ന ഉന്നത ഉദ്യോഗസ്ഥർ ഇതിനകത്ത് കൃത്യമായ ഒരു ലീഡിലേക്ക് വൈകാതെ തന്നെ എത്തിച്ചേരും എന്നുള്ളതാണ് നമുക്ക് സൂചിപ്പിക്കാൻ കഴിയുന്നത്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ Zee മലയാളം ന്യൂസ് ലഭ്യം.